ഓൾവേസ് സ്റ്റുഡന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്തതായി നടക്കാൻ പോകുന്ന വിവിധ PSC പരീക്ഷകളിലേക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കറന്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായി 2023 OV വിജയൻ സ്മാരക അവാർഡുകളാണ് നോക്കുന്നത്. 3 വിഭാഗങ്ങളിലായിട്ടാണ് ഈ അവാർഡ് പറയുന്നത്. ആദ്യത്തേത് നോവൽ വിഭാഗം. അർഹനായിരിക്കുന്നത് ഷിനിലാൽ ആണ്. നോവലിന്റെ പേര് 124. അടുത്തത് കഥാവിഭാഗത്തിൽ P. രാമനുണ്ണി. കൃതികൾ ഹൈന്ദവം, ശരീരദൂരം. അടുത്തതായി യൂത്ത് സ്റ്റോറി വിഭാഗം ജിൻഷ ഗംഗ. കൃതി വരുന്നത് തെറ്റ എന്നുള്ള പേരിലുള്ള കൃതിക്കാണ് യൂത്ത് സ്റ്റോറി വിഭാഗത്തിൽ OV വിജയൻ സ്മാരക അവാർഡ് 2023 നേടിയിരിക്കുന്നത്. നെക്സ്റ്റ്, ഉൽക്കകൾ എന്ന സമാഹാരത്തിന്റെ രചയിതാവ് ആര്? ഉൽക്കകൾ എഴുതിയിരിക്കുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ഉൽക്കകൾ ബാലചന്ദ്രൻ ചുള്ളിക്കാട്. നെക്സ്റ്റ്, കാട്ടുതീ നേരത്തെ കണ്ടുപിടിക്കാൻ AI അധിഷ്ഠിത സംവിധാനം സ്ഥാപിച്ച രാജ്യത്തെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം. ആൻസർ വരുന്നത് പെഞ്ച് ടൈഗർ റിസർവ് ആണ്. അത് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. പെഞ്ച് ടൈഗർ റിസർവ്. നെക്സ്റ്റ്, 2024 പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിന്റൺ താരം. ആൻസർ PV സിന്ധു ആണ്. PV സിന്ധു ആണ് 2024 പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിന്റൺ താരം. നെക്സ്റ്റ്, വളർത്തുമൃഗങ്ങളുടെ കയറ്റുമതി ചെയ്യാൻ അനുമതി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം. ആൻസർ വരുന്നത് സിയാലാണ്. നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. വളർത്തുമൃഗങ്ങളെ കയറ്റുമതി ചെയ്യാൻ അനുമതി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം സിയാലാണ്. നെക്സ്റ്റ്, പുതുതായി നിയമിതനായ കേരള നിയമസഭാ സെക്രട്ടറി. ആൻസർ N. കൃഷ്ണകുമാറാണ്. ആൻസർ N. കൃഷ്ണകുമാറാണ് കേരളത്തിന്റെ പുതിയ കേരള നിയമസഭാ സെക്രട്ടറിയായി നിയമിതനായത്. അടുത്തിടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരം. ആൻസർ സുനിൽ ഛേത്രിയാണ്. അപ്പൊ സുനിൽ ഛേത്രി അടുത്തിടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരമാണ്. നെക്സ്റ്റ്, വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി ഏർപ്പെടുത്തിയ ഹൈക്കോടതി. ആൻസർ സിക്കിം ഹൈക്കോടതിയാണ്. സിക്കിം ഹൈക്കോടതി വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് 2024 ഫോബ്സിന്റെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക പ്രാദേശിക ഗ്രാമീണ ബാങ്ക്. ആൻസർ കേരള ഗ്രാമീൺ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്ക് ആണ് 2024 ഫോബ്സിന്റെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക ഗ്രാമീണ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്ക്. നെക്സ്റ്റ്, കേരള 1956 to the present ഇന്ത്യാസ് മിറാക്കിൾ സ്റ്റേറ്റ് എക്കണോമിക് ഹിസ്റ്ററീസ് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിന്റെ രചയിതാവ് ആരാണെന്നാണ്. 2 പേര് ചേർന്നാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. തീർത്ഥങ്കർ റോയ് ആൻഡ് K. രവിരാമൻ. തീർത്ഥങ്കർ റോയ് ആൻഡ് K. രവിരാമൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. ആൻസർ കൊടിക്കുന്നിൽ സുരേഷ് ആണ്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കൊടിക്കുന്നിൽ സുരേഷ്. അടുത്തത്, നായയുടെ ഹൃദയ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ഡോക്ടർ. ആൻസർ ഭാനുദേവ് ശർമ്മ. ഭാനുദേവ് ശർമ്മയാണ് നായയുടെ ഹൃദയ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ഡോക്ടർ. അടുത്തിടെ ഇസ്രയേലികളുടെയും ഇസ്രയേലി പാസ്പോർട്ട് ഉള്ളവരുടെയും പ്രവേശനം നിരോധിച്ച രാജ്യം. ആൻസർ മാലിദ്വീപാണ്. മാലിദ്വീപ്. 2024 കേശവദേവ് സാഹിത്യ അവാർഡിന് അർഹനായ വ്യക്തി. 2024 കേശവദേവ് സാഹിത്യ അവാർഡിന് അർഹനായ വ്യക്തി. ആൻസർ അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണനാണ് 2024 കേശവദേവ് സാഹിത്യ അവാർഡിന് അർഹനായ വ്യക്തി. അടുത്തത്, യൂറോ കപ്പ് ടൂർണമെന്റുകളിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച ഫുട്ബോൾ കളിക്കാരൻ. ആൻസർ ക്രിസ്ത്യാനോ റൊണാൾഡോ. യൂറോ കപ്പ് ടൂർണമെന്റുകളിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച ഫുട്ബോൾ കളിക്കാരൻ ക്രിസ്ത്യാനോ റൊണാൾഡോ. നെക്സ്റ്റ്, 2024 ജൂണിൽ ബംഗാളിൽ അപകടത്തിൽപ്പെട്ട ട്രെയിൻ. ആ ട്രെയിനിന്റെ പേര് കാഞ്ചൻജംഗ എക്സ്പ്രസ്. 2024 ജൂണിൽ ബംഗാളിൽ അപകടത്തിൽപ്പെട്ട ട്രെയിനിന്റെ പേര് കാഞ്ചൻജംഗ എക്സ്പ്രസ് എന്നാണ്. നെക്സ്റ്റ്, 2024
കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ അവാർഡ് മലയാളം വിഭാഗത്തില് നേടിയത് ഉണ്ണി അമ്മയമ്പലമാണ് നേടിയത്. അർഹമായ നോവലിന്റെ പേര് അൽഗോരിതങ്ങളുടെ നാട്. ആ ഒരു നോവലിനാണ് ഉണ്ണി അമ്മയമ്പലത്തിന് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാളം വിഭാഗത്തിലെ ബാലസാഹിത്യ അവാർഡ് ലഭിച്ചത്. നെക്സ്റ്റ്, 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്യാം കൃഷ്ണൻ. ചെറുകഥയ്ക്കാണ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ മീശക്കള്ളൻ എന്ന ചെറുകഥയ്ക്കാണ് ശ്യാം കൃഷ്ണന് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം ലഭിച്ചത്. നെക്സ്റ്റ്, 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ അവാർഡ് ലഭിച്ചത് ആർക്ക്? ആൻസർ KG പൗലോസ്. KG പൗലോസിനാണ് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ അവാർഡ് ലഭിച്ചത്. അപ്പോ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്ന കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.